സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെൻഡിങ് ഇക്വേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബെൻഡിങ് ഇക്വേഷനിൽ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ വായിക്കാം. ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് in a beam of rectangular section of 120 mm wide and 200 mm deep when the maximum bending moment is 82,000 Newton meter. അല്ലേ, എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്. നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? മാക്സിമം ബെൻഡിങ് സ്ട്രെസ്, അതായത് എഫ് ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, മാക്സിമം ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എഫ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓഫ് സ്ട്രെസ് ഇൻ എ ബീം ഓഫ് റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അപ്പോൾ ബീമിൻ്റെ സെക്ഷൻ റെക്റ്റാങ്കുലർ സെക്ഷനാണ്. അതിൽ സെക്ഷൻ ഓഫ് 120 mm വൈഡ്. ഓക്കെ, അപ്പോൾ 120 mm വൈഡും 200 mm ഡീപ്പും. ഓക്കെ, അപ്പോൾ 120 mm എന്ന് പറയുമ്പോൾ 120 mm വിഡ്ത്തും 200 mm ഹൈറ്റും അല്ലെങ്കിൽ ഡീപ്പുമുള്ള ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ഓഫ് ബീമിൻ്റെ ബെൻഡിങ് സ്ട്രെസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. വെൻ ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഈസ് 82,000 ന്യൂട്ടൺ മീറ്റർ. ഇവിടെ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അഥവാ നമ്മുടെ ഇക്വേഷനിലെ എം തന്നിട്ടുണ്ട്, 82,000 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഇവിടെ 1 by 1 ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഒന്ന് നമ്മുടെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് 120 mm, ഡെപ്ത്ത് അല്ലെങ്കിൽ ഡീപ്പ് പറഞ്ഞിരിക്കുന്നത് 200 mm ആണ്. ബെൻഡിങ് മൊമെൻറ്റ് അഥവാ എം നമുക്ക് 82,000 ന്യൂട്ടൺ മീറ്ററാണ്. അപ്പോൾ നമ്മൾ മീറ്ററിനൊക്കെ ഇവിടെ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 82,000 × 1000 ചെയ്യുക, അല്ലെങ്കിൽ 82,000 × 10⁻³ ചെയ്താൽ നമുക്ക് ന്യൂട്ടൺ mmലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എഫ് ആണ് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. M/I ഈക്വൽ ടു F/y ഈക്വൽ ടു E/r ആണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ ഓൾറെഡി ഒരു പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എം തന്നിട്ടുണ്ടോ? അല്ലേ, എം നമുക്ക് തന്നിട്ടുണ്ട്. എം നമുക്ക് നോൺ വാല്യൂ തന്നിട്ടുണ്ട്, അതായത് 82,000 ന്യൂട്ടൺ മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഐ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് റെക്റ്റാങ്കുലർ സെക്ഷനുള്ള, അല്ലേ, 120 mm വൈഡും 200 mm ഹൈറ്റുമുള്ള അല്ലെങ്കിൽ ഡെപ്തുമുള്ള റെക്റ്റാങ്കുലർ സെക്ഷനാണ് നമ്മുടെ ബീം. സോ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഐ കണ്ടെത്താൻ ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? ഐ കാണാൻ നമുക്ക് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, BD²/6 സെക്ഷൻ മോഡുലസ്. ഐ അല്ല, സെഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, BD²/6 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ വൈ, ക്വസ്റ്റ്യനിൽ വൈ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വൈ എന്ന് പറയുമ്പോൾ ഡെപ്ത്ത് 200 mm ആണ്, അല്ലേ? അപ്പോൾ 200 mm ആകുമ്പോൾ വൈ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക? 200/2 ചെയ്താൽ മതി, അല്ലേ? 200/2 ചെയ്താൽ നമുക്ക് വൈ കിട്ടും. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഐ കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്നൊരു ഇക്വേഷനാണ് സെക്ഷൻ മോഡുലസിൻ്റെത്. I/y എന്ന് പറയുന്ന ഒരു ഇക്വേഷനുണ്ട്, അല്ലേ? സെക്ഷൻ മോഡുലസ് ഈക്വൽ ടു I/y എന്ന് പറയുന്ന ഒരു ഇക്വേഷനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടെ നമുക്ക് സെഡ് കാണാനായിട്ട് നമ്മൾ മുന്നേ ബേസിക് ടേംസ് പഠിക്കുന്ന സമയത്ത് സെഡ് ഈക്വൽ ടു നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിവൈഡ് ബൈ ഫാർത്തസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ലെയർ, അതായത് വൈ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സെഡ് ഈക്വൽ ടു നമുക്ക് I/y ആണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ഇക്വേഷൻ്റെ കേസിൽ M/I ഈക്വൽ ടു F/y ഉണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഒരു ഐ ഇപ്പുറത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ബാക്കി ഉണ്ടായിരിക്കുക എം ഈക്വൽ ടു അപ്പുറമുള്ള എം ഉണ്ട്, താഴെയുള്ള ഐ അപ്പുറത്തേക്ക് പോകുമ്പോൾ മേലേക്ക് എത്തും, അതായത് F × I ആവും, താഴെ y ഓൾറെഡി ഉണ്ട്, അല്ലേ? അപ്പോൾ നമുക്ക് M ഈക്വൽ ടു F × I/y എന്ന് എഴുതാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് F × I ഹോൾ ഡിവൈഡ് ബൈ y എന്നും പറയാം. ഇത് മനസ്സിലാക്കേണ്ട എന്താണ്?
നമുക്ക് ഓൾറെഡി അറിയാം I/Y എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, സെഡ് ആണെന്നറിയാം അല്ലേ. I/Y എന്ന് പറഞ്ഞാൽ നമുക്ക് സെഡ് ആണെന്നറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, വേണമെങ്കിൽ M ഈക്വൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനെ മാറ്റി എഴുതാം. M ഈക്വൽ ടു F ഇൻറ്റു സെഡ് എന്ന് പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ, നമ്മൾ ഇവിടെ പറഞ്ഞു നമുക്ക് M/I ഈക്വൽ ടു F/Y മാത്രമാണ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ F/Y ഈക്വൽ ടു E/R മാത്രം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ M/I ഈക്വൽ ടു E/R മാത്രം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ച് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് M ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, പിന്നെ F ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്, അതുപോലെ Yയും Iയും നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കറിയാം Z ഈക്വൽ ടു I/Y ആണ്. സോ നമുക്ക് M ഈക്വൽ ടു ഫൈനലി ഇക്വേഷൻ നേരത്തെ പറഞ്ഞ പോലെ F ഇൻറ്റു Z എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവരെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാറ്റി എഴുതാം. M/I ഈക്വൽ ടു F/Y എന്നുള്ള ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നമുക്ക് M ഈക്വൽ ടു എന്തെഴുതാം, F ഇൻറ്റു I/Y ആണ്. അതായത് M ഈക്വൽ ടു F ഇൻറ്റു Z ആണ് അല്ലേ. അപ്പോൾ Z നമുക്കറിയാം റെക്റ്റാങ്കുലർ സെക്ഷൻ ആകുമ്പോൾ BD²/6 ചെയ്താൽ മതി. അപ്പോൾ ബിയും ഡിയും നമുക്കറിയാം, B 120 D 200 ആണ്. അപ്പോൾ 120 ഇൻറ്റു 200² /6 ചെയ്താൽ നമുക്ക് Z കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ സെഡിൻ്റെ ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും, Z കാണുന്നുണ്ടായിരിക്കും. 120 ഇൻറ്റു 200² /6 ചെയ്താൽ നമുക്ക് ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 10⁵ ആയിരിക്കും കേട്ടോ. 8 ഇൻറ്റു 10⁵ ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്കറിയാം ഇക്വേഷൻ M ഈക്വൽ ടു F ഇൻറ്റു Z ആണ്. ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണ്, നമുക്ക് F ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായി മാറും, ഈ Z ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം നമുക്ക് M/Z എന്ന് പറയാം. അപ്പോൾ M എത്രയാണ്, M നമുക്ക് 82,000 ഇൻറ്റു 10⁵ ആണ്, ഹോൾ ഡിവൈഡ് ബൈ നമ്മുടെ Z എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 8 ഇൻറ്റു 10⁵ കിട്ടി. ഓക്കെ, 8 ഇൻറ്റു 10⁵ കിട്ടി. നമുക്ക് ഫൈനലി ആൻസർ കിട്ടുക ഇവിടെ കാണുന്ന പോലെ F ഈക്വൽ ടു 102.5 N/mm² ആയിരിക്കും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് ആകെ ഒരു ആവശ്യമുള്ള ഇക്വേഷൻ M/I ഈക്വൽ ടു F/Y ഈക്വൽ ടു E/R. അതിൻ്റെ കൂടെ നമുക്കിപ്പോൾ BD²/6 നമുക്കിപ്പോൾ നമ്മൾ 1-2 തവണ ചെയ്ത് പഠിക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് റെക്റ്റാങ്കിളിലൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലേക്ക് പതിയും, അതായത് BD²/6 ആണെന്നുള്ള കാര്യം. സെക്ഷൻ മോഡുലസ് ഈക്വൽ ടു BD²/6 ആണ്. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചാണ് Z ഈക്വൽ ടു എന്താണ്, I/Y ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആ പല റിലേഷൻസൊക്കെ നമുക്ക് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യുന്ന പ്രൊസീജിയർ മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യനാണ്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, 7 മാർക്കിന് ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. റെക്റ്റാങ്കുലർ ബീം 80 mm ഇൻറ്റു 40 mm, അതായത് 80 mm ഇൻറ്റു 40 mm എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നീളം 80, വീതി 80, ഹൈറ്റ് 40. ഓക്കെ, ഈസ് 3 meter long and simply supported at ends. It carries a load of 1 kilonewton at the midspan. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കണം, അവിടെ സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അതായത് നമ്മൾ മുന്നേ സെക്കൻഡ് മോഡുകൾ പഠിച്ചാണല്ലേ. സിംപ്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 എൻഡിൽ മാത്രമായിരിക്കും സപ്പോർട്ട് വരിക. ഇതൊരു ബീമാണ് കേട്ടോ. ഈ ബീമിൻ്റെ 2 എൻഡിൽ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ പറഞ്ഞിട്ടുണ്ട് 80 ഇൻറ്റു 40. ഓക്കെ, 80 ഇൻറ്റു 40. അപ്പോൾ 80, 40 ഇങ്ങനെയുള്ള ബീമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വരച്ചുള്ളത് കേട്ടോ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ക്യാരീസ് എ ലോഡ് ഓഫ് 1 kilonewton at the മിഡ് സ്പാൻ. അതായത് ആ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ മിഡ് സ്പാനിൽ 1 kilonewton ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ മുന്നേ പഠിച്ചുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രമൊക്കെ നമുക്ക് ഓർമ്മ വരേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ ഇവിടെ വരുന്നതാണ്. ഓക്കെ, 1 kilonewton ലോഡ് മിഡ് സ്പാനിൽ മിഡ് പോയിൻറ്റിൽ ആക്ട് ചെയ്യുന്നുണ്ട്.
ഡിറ്റർമിൻ ദ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബീം. അവിടെ നമ്മൾ മുന്നേ തൊട്ട് മുന്നേ ചെയ്ത പോലെ തന്നെ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് അഥവാ എഫ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ലോജിക്കും കൂടി നമ്മൾ എടുക്കാണ്ടായിരിക്കും, ഒരു കോൺസെപ്റ്റ് നമ്മൾ എടുക്കണം. അതായത് സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കേസിൽ മിഡ് പോയിൻ്റ് ലോഡ് വരുന്ന കേസിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം എങ്ങനെയാണ് ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗിവൺ അല്ലേ, വിഡ്ത്ത് 40 mm, ഓക്കെ, ഡെപ്ത്ത് 80 mm. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 മീറ്റർ ലോങ് അല്ലേ, അതായത് നമ്മുടെ ഈ ഒരു ബീമിൻ്റെ ലെങ്ത്ത് 3 മീറ്ററാണ്. ഇപ്പോൾ L 3000 mm, 3 മീറ്റർ അഥവാ 3 × 10⁻³ 3000 mm ആണ്. പിന്നെ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് കൊടുത്തിരിക്കുന്ന മിഡ് പോയിൻ്റ് ലോഡ് 1 kN അഥവാ 1000 N. അപ്പോൾ നമ്മൾ കിലോന്യൂട്ടൺ ഇവിടെ 1000 N ആയിട്ട് കൺവേർട്ട് ചെയ്തില്ല, 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട കാര്യം എഫ് ആണ് അല്ലേ, എഫ് അഥവാ മാക്സിമം ബെൻഡിങ് സ്ട്രെസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മളൊരു കേസിൽ അല്ലേ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഷിയർ ഫോഴ്സ് ഡയഗ്രം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം നമ്മൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഇവിടെ വരയ്ക്കാം. നമ്മൾ ജസ്റ്റ് ഈ ലൈൻസൊക്കെ ഒന്ന് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് എങ്ങനെയായിരിക്കും ഷിയർ ഫോഴ്സ് ഡയഗ്രം കിട്ടിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൻ്റെ ആ പേജ് ഒന്ന് മറിച്ച് നോക്കുക. അതേപോലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കിട്ടിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ആയിരിക്കും. ഇങ്ങനൊരു ട്രയാങ്കിൾ ആയിരിക്കും. സോ നമുക്കിവിടെ ആ ഒരു മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കുക WL/4, ലോഡ് W ലെങ്ത്ത് L ആണെങ്കിൽ WL/4 ആണ് നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഓക്കെ, ഇതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാവേണ്ട കേസാണ്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ ഈ രീതിയിലേക്കാണ് പഠിച്ചു വെക്കേണ്ടത്. ഇതിൻ്റെ ഞാൻ നേരത്തെ നമ്മുടെ മൊഡ്യൂൾ 3ൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ പറഞ്ഞു, നമുക്ക് SFDൻ്റെയും BMDൻ്റെ ആപ്ലിക്കേഷൻസ് ഈ പ്രോബ്ലത്തിൽ വരും. പക്ഷേ നിസ്സാര കാര്യമുള്ളൂ, നമുക്കത് ഓർമ്മയില്ല അല്ലെങ്കിൽ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാനും കഴിയില്ല. ഇതാണ് നമുക്ക് ഓർമ്മ വരേണ്ടത്. WL/4 ആണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പറയാം. അതായത് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഇത്രയുണ്ട്. അതുപോലെ ഫൈൻഡ് ചെയ്യാനുള്ള കാര്യം മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ എഴുതാം. M/I = F/Y = E/R ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് ഐയും വൈയും നമുക്ക് കാണാൻ പറ്റും, കാരണം അതിൻ്റെ ക്രോസ് സെക്ഷനിലെ ഏരിയ നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെഡ് കണ്ടാൽ മതി അല്ലേ, I/Y എടുത്താൽ മതി. സെഡ് = നമുക്ക് I/Y ആണ്. അപ്പോൾ നമുക്ക് BH² അല്ലെങ്കിൽ BD²/BH² 6 എടുത്താലും മതി. അല്ലെങ്കിൽ BD²/D ആണെങ്കിൽ BD²/6 എടുത്താൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് സെഡ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, സെഡ് = പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഐയും വൈയും പ്രശ്നമില്ല, നമുക്ക് I/Y വെച്ചിട്ട് നമുക്ക് സെഡ് എടുക്കാം. അതായത് നമുക്കറിയാം M = F × Z എന്നുള്ള ഇക്വേഷൻ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലും പഠിച്ചു. സോ സെഡ് നമുക്ക് കിട്ടും അല്ലേ. പിന്നെ നമുക്ക് എഫ് ആണ് അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ്സാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. എന്നാൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് അറിയൂല. അപ്പോൾ നമ്മളിവിടെ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോബ്ലത്തിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ രണ്ടും ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്കിവിടെ എമ്മും കൂടി നമുക്ക് അറിയണം. അപ്പോൾ എം നമുക്ക് അറിയില്ല അല്ലേ. ഈ രണ്ട് ഇക്വേഷൻ ചൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്തറിയില്ല, ആ കേസിലിപ്പോൾ നമുക്ക് എം അറിയില്ല. ഇനി അഥവാ ഇത് രണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യാൻ വിചാരിക്കുക, അവിടെ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറും അറിയില്ല, അതേപോലെ ഇയും അറിയില്ല. അപ്പോൾ നമുക്കൊരിക്കലും ഈ രണ്ട് കോമ്പിനേഷൻ ചെയ്യാൻ കഴിയില്ല. ഇനി അതല്ലെങ്കിൽ നമ്മുടെ മൂന്നാമത്തെ കോമ്പിനേഷനായിട്ടുള്ള M/I = E/R ആണെങ്കിലും നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ആറും അറിയില്ല, ഇയും അറിയില്ല, എമ്മും അറിയില്ല. അപ്പോൾ നമുക്ക് മൂന്ന് ടേമൊന്നും അറിയാണ്ട് ഒരിക്കലും പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല.
അല്ലേ? അപ്പോൾ നമുക്ക് ഇയും ആറും എം അറിയില്ല, അപ്പോൾ നമുക്ക് ആ റിലേഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ആകെ ഉപയോഗിക്കാൻ പറ്റിയ റിലേഷൻ എന്ന് പറയുന്നത് ഈ റിലേഷൻ മാത്രമാണ്. അതായത് നമുക്ക് ഫൈനലി കിട്ടിയിട്ടുള്ള എം ഈക്വൽ ടു നമ്മുടെ എഴുതിയ പോലെ എം ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡ് എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം? പക്ഷേ എം നമുക്ക് അറിയില്ല അല്ലേ? എം ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡാണ്. സെഡ് നമുക്കറിയാം, എഫ് ഫൈൻഡ് ചെയ്യണം, എം നമുക്കറിയില്ല. പക്ഷേ എം നമുക്ക് കാണാൻ പറ്റും. എങ്ങനെ? അതിനാണ് നമ്മൾ നേരത്തെ ആ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ മിഡ് പോയിൻ്റ് ലോഡ് വരുന്ന കേസ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കെന്ത് ചെയ്യാം? ലോഡും ആ ഒരു എസ് എസ് ബീൻ്റെ സിംപ്ലി സപ്പോർട്ട് ബീമിൻ്റെ ലെങ്ത്തും നമുക്കറിയാമെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് കാണാൻ പറ്റും. അതാണ് ഇവിടെ ഇക്വേഷൻ കൊടുത്തുള്ളത്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? WL/4 ചെയ്താൽ മതി. ഇപ്പോൾ W എത്രയാണ്? ക്വസ്റ്റ്യനിൽ 1 കിലോ ന്യൂട്ടൺ തന്നിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ 1000 ന്യൂട്ടൺ ഇൻറ്റു ലെങ്ത്ത് എത്രയാണ്? 3000 mm അഥവാ 3 മീറ്ററാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന പോലെ M ഈക്വൽ ടു W × L 1000 × 3000 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 750000 ന്യൂട്ടൺ mm അത്രയൊക്കെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ പ്രകാരമുള്ള M ഈക്വൽ ടു എഫ് ഇൻറ്റു സെഡ് ആണ്. എഫ് ഈക്വൽ ടു എന്താവും? M/Z. എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ ചെയ്യുക? ഈ കിട്ടിയുള്ള വാല്യൂ കൊടുക്കുക. 750000 ഡിവൈഡ് ബൈ സെഡ് നമുക്കാണ് എന്ത് ചെയ്യാം? BH ഇവിടെ ചെയ്തിട്ടുണ്ട് സെറ്റ് ഓൾറെഡി. B ഇൻറ്റു D²/6 40 ഇൻറ്റു M²/6 ചെയ്യുമ്പോൾ 42.666 കിട്ടി. സോ 75,000 അല്ല 75,000 ഡിവൈഡ് ബൈ ഈ വാല്യൂ ചെയ്യുക 42.666.6 എഴുതുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. സോ ഇവിടെ കാണുന്ന പോലെ നമുക്ക് ഫൈനൽ ആൻസർ എഫ് ഈക്വൽ ടു 17.57 Nm² ആയിരിക്കും ഫൈനൽ ആൻസർ കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൻ്റെ കോൺസെപ്റ്റ് അറിയാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ WL/4 അല്ലെങ്കിൽ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാൻ ഞാൻ പറയുന്നില്ല. പഠിക്കാൻ പറ്റിയാൽ നന്ന്. ഇനി അത് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് സിംപിൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ലെങ്ത്തും W ലോഡും കൊടുത്തിട്ട് വരച്ച് വെക്കുക. ആദ്യം ഷിയർ ഫോഴ്സുകൾ എഴുതുക അല്ലേ? A, B എന്ന് പേര് കൊടുക്കുക. ഷിയർ ഫോഴ്സുകൾ എഴുതുക. പിന്നെ ഷിയർ ഫോഴ്സുകൾ കിട്ടിയതിന് ശേഷം ഷിയർ ഫോഴ്സ് ഡയഗ്രം കിട്ടും. അതിന് ശേഷം ഷിയർ ഫോഴ്സ് ഡയഗ്രം വെച്ചിട്ട് ഏരിയ വെച്ച് ബെൻഡിങ് മൊമെൻറ്റ് കാണാം. ശേഷം ലീനിയർ ലൈൻ വരുമ്പോൾ ഇങ്ങനെ വരും. നമ്മളങ്ങനെയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രോബ്ലം വരുന്നുണ്ട്. എ കാൻലിവർ 3 meter ലോങ് ആൻഡ് ഓഫ് റെക്ടാങ്കുലർ സെക്ഷൻ ക്യാരീസ് എ UDL ഓഫ് 20 kN/meter over its entire length. If the maximum stress induced is not to exceed 125 Nm/mm², find the dimensions of the beam. Take depth of section is twice the width. ഇപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ UDL വരുന്ന കേസാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ UDLൻ്റെ കേസിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കാണുന്ന ഇക്വേഷൻ നമ്മൾ പ്രീവിയസ് പേജുകൾ മറച്ചു നോക്കിയിട്ട് നമ്മൾ നോട്ട്ബുക്കിൽ നോക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ബീമിൽ UDL വരുന്ന കേസ് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ കൂടി വായിച്ചു നോക്കുക. കാൻലിവറാണ്. അപ്പോൾ കാൻലിവർ ബീമിനകത്ത് നമ്മൾ പഠിച്ച പോലെ UDL ആണ് വന്നിരിക്കുന്നത്. UDL 1 kN/m ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരച്ച് നോക്കുക. ശേഷം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം കിട്ടും. അതൊന്ന് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളിവിടെ നേരത്തെ കണ്ട പോലെ M ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആദ്യം ഗിവൺ ഡാറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ബീമാണ്. ബീമിൻ്റെ ബ്രെഡ്ത്തും ഡെപ്ത്തും ആണ് കാണേണ്ടത്. ബിയും ഡി ആണ് കാണേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഗിവൺ ഡാറ്റാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ M പിന്നെ ഫൈൻഡ് ചെയ്യുക നേരത്തെ പറഞ്ഞ രീതിയിൽ. പിന്നെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൈനലി സെഡ് ഇവിടെ ആൻസർ കിട്ടും. സെക്ഷൻ മോഡുലസ് സെഡ് നമുക്ക് ആൻസർ കിട്ടും. സെഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം BD²/6 ആണ് റെക്ടാങ്കുലറിൻ്റെ കേസിൽ. സെഡ് നമുക്ക് 72 × 10⁴ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സെഡിൻ്റെ സ്ഥാനത്ത് സെഡിൻ്റെ വാല്യൂ കൊടുക്കുക. ഈക്വൽ ടു BD²/6ൻ്റെ സ്ഥാനത്ത് ചെയ്യേണ്ട കാര്യം ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ഡെപ്ത് ഓഫ് സെക്ഷൻ ഈസ് ട്വൈസ് ദ വിഡ്ത്ത് അല്ലേ? അതായത് ഡെപ്ത്ത് ഈക്വൽ ടു ട്വൈസ് ദ വിഡ്ത്ത് ആണ്. അപ്പോൾ D ഈക്വൽ ടു 2B ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബീൻ്റെ സ്ഥാനത്ത് B തന്നെ കൊടുക്കുക. ഇവിടെ കാണുന്ന പോലെ B ×
ഡി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, വീണ്ടും ബീൻ്റെ ടേം തന്നെ കൊടുക്കുക, 2b² / 6. നമുക്ക് ഫൈനലി b ഇൻറ്റു 2b² ചെയ്യുമ്പോൾ നമുക്ക് b³ ഒരു 4 മേലെ വരും /6 ഇവിടെ കാണുന്ന പോലെ. സോ ഫൈനലി നമുക്ക് b³ ഒരു വാല്യൂ കിട്ടും. അതൊന്ന് ക്യൂബ് റൂട്ട് എടുത്താൽ നമുക്ക് 102.6 mm കിട്ടും. ഞാൻ ഈ പ്രോബ്ലം തൽക്കാലം ഇപ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്നില്ല, നിങ്ങളതൊരു ഹോംവർക്കായിട്ട് സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ സിംപ്ലി സപ്പോർട്ട് ബീമിൽ മാക്സിമം ബെൻഡ് മൊമെൻറ്റ് നമ്മൾ ഇക്വേഷൻ എടുത്തു. അതേപോലെ ഇവിടെ ചെയ്യേണ്ടി വരിക, ഇവിടെ പറഞ്ഞിട്ടുള്ള കാൻലിവർ ബീമാണ്, 3 മീറ്റർ ലോങ് ആണ്, ഇവിടെ കൊടുക്കുന്ന ലോഡ് ഇതാണ്. അതനുസരിച്ച് നമ്മൾ ബെൻഡ് മൊമെൻറ്റ് ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ബെൻഡ് മൊമെൻറ്റ് ഇക്വേഷൻ നമുക്ക് ഒന്നിൽ ഓർമ്മ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയിട്ട് ബെൻഡ് മൊമെൻറ്റ് ഇക്വേഷൻ ഒന്ന് ജനറേറ്റ് ചെയ്യുക. ശേഷം പ്രോബ്ലം സോൾവ് ചെയ്യുക. എളുപ്പമുള്ള പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് ബിയും ഡിയും ആണ് കാണേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, സൈഡിൻ്റെ ഇക്വേഷനിലേക്ക് ബിയും ഡിയും കൊടുത്താൽ മതി. പിന്നെ ബിയും ഡിയും കാണുമ്പോൾ നമ്മൾ ഈ ഒരു ടേമും കൂടി ആലോചിക്കണം. കാരണം ടേക്ക് ഡെപ്ത് ഓഫ് സെക്ഷൻ ഈസ് ട്വൈസ് ദ വിഡ്ത്ത് എന്ന് പറഞ്ഞു. കാരണം നമുക്ക് അതുണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെപ്ത്തും ബ്രെഡ്ത്തും നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്, ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇതോടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് ഇനി ഈ ഒരു ടോപ്പിക്കിൽ 2 പ്രോബ്ലംസ് കൂടി നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്.